ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അമീൻ ഷാബാസ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് ടാറ്റ ടിയാഗോ EV. ഗൈസ്, അപ്പം ഏകദേശം 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ടിയാഗോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു 27,000 കിലോമീറ്റർ ഓടിയപ്പോൾ ഇതിന്റെ ആ ഒരു സർവീസിന്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ്റനൻസ് എങ്ങനെ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു വണ്ടീന്റെ കസ്റ്റമറിന് ഉണ്ടായിട്ടുള്ള ഒരു ഇതിന്റെ ചാർജിങ് എക്സ്പീരിയൻസ്, അതായത് ഇത് ചാർജ് ചെയ്യുന്ന സമയം, അതേപോലെ തന്നെ ഇതിന്റെ ടോട്ടല് എത്ര ഇതിന്റെ ബാക്കപ്പ് കിട്ടുന്നുണ്ട്, അതായത് എത്ര കിലോമീറ്റർ നമുക്ക് ഒരു ഫുൾ ചാർജിൽ കിട്ടുന്നുണ്ട്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. കാരണം അവസാനം ആകുമ്പോഴേക്കും എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ ജസ്റ്റ് ഒരു പുറത്തത്തെ ആ ഒരു ഔട്ട്ലുക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു വണ്ടീന്റെ ഫ്രണ്ടിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻട്രൽ ആയിട്ട് നമ്മൾ ഈ ഒരു ഗ്രില്ലിന്റെ ഭാഗത്തോടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു EV വണ്ടി ആയതുകൊണ്ട് തന്നെ അതിലൊക്കെ അതിൻ്റെതായ രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഡിസൈനെ കുറിച്ച് ഞാൻ കൂടുതൽ എന്തായാലും പറയുന്നില്ല, കാരണം ഒരുപാട് വീഡിയോസ് എന്തായാലും യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ടാവും. ഇപ്പൊ സെൻട്രൽ ഒരു പിയാനോ ബ്ലാക്കുള്ള ഒരു പീസാണ്. അതേപോലെ തന്നെ ഇവിടെ എംബ്ലം കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിന്റെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ആട്ടോ ഇതിൽ വന്നിട്ടുള്ളത്. ഒരു ഹാലോജൻ സെറ്റപ്പ് ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ക്രോം എലമെന്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു താഴത്തൂടെ പോണ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മളെ ടാറ്റന്റെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസിൽ കൂടുതലും ടാറ്റ കൊണ്ടുവരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഈ ഒരു എലമെന്റും കാര്യങ്ങളൊക്കെ. ഇപ്പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു ഫോഗ് ലാമ്പിന്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഒരു DRL സെറ്റപ്പ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രലോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെയും ഒരു സ്പെഷ്യൽ ഡിസൈൻ ഒക്കെ ആട്ടോ ഈ ഒരു ഭാഗത്തുള്ള ഗ്രില്ലിന്റെ ഭാഗത്തോടൊക്കെ നോക്കുമ്പോൾ. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്കൊരു നോർമൽ ഇതാട്ടോ, ഒരു വീൽ കപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു സെറ്റപ്പിലാട്ടോ ഈ ഒരു ഭാഗമൊക്കെ വന്നിട്ടുള്ളത്. ഇതോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു EVന്റെ ഒരു ബാഡ്ജിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല ഷാർപ്പായിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ ലൈൻ ഉണ്ട്. അതിങ്ങനെ ബാക്കിലോട്ട് വരെ പോകുന്നുണ്ട്. അത് ഏകദേശം ആ ഒരു ബാക്കത്തെ ഒരു വിൻഡോന്റെ ഭാഗത്തോട്ടാണ് അത് പോകുന്നത്. പിന്നെ ഇപ്പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ മിററിന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു ഡിസൈനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഷാർക്ക് മീനില്ലേ അതിന്റെ ഒക്കെ ഒരു ഇതിലോട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. പിന്നെ നമ്മൾ ബാക്കിലോട്ട് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡോർ ഹാൻഡിലിന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഒരു ഡ്യുവൽ ടോൺ ആണ്, ഒരു സെൻട്രൽ ഒരു ബ്ലാക്ക് എലമെന്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പുറത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിലും അതേ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടീന്റെ ടെയിൽ ലാമ്പിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒരു ഹാലോജൻ സെറ്റപ്പിലാണ് കേട്ടോ ഇതിന്റെ ടെയിൽ ലാമ്പ് വന്നിട്ടുള്ളത്. ഇൻഡിക്കേറ്റർ ആണെങ്കിലും അതേപോലെ ബ്രേക്ക് ലാമ്പ് ആണെങ്കിലും എല്ലാം നമ്മൾ ഹാലോജൻ സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നോർമൽ ടിയാഗോയിൽ വരുന്ന അതേ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ആ ഒരു ഭാഗത്തോടൊക്കെ നോക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ സെൻട്രലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടാറ്റന്റെ ഒരു ക്രോം ഫിനിഷിങ്ങിലുള്ള ആ ഒരു എംബ്ലം കാര്യങ്ങൾ കാണാം. താഴെ ടിയാഗോ EVന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലെറ്ററും കാര്യങ്ങളൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് ലെറ്റർ ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളെ ഒരു റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ രണ്ട് സൈഡിൽ ചെറിയൊരു സ്പോയിലർ സെറ്റപ്പ് പോലത്തെ ഒരു സംഭവം ഈ ഒരു രണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാണുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ട് കേട്ടോ ഈ വണ്ടിന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ റിയർ ഗ്ലാസ് ഡീഫ്രോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റിയർ വൈപ്പറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയുമാണ് നമ്മൾ ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് കാര്യമായിട്ട് പറയാനുള്ളത്. പിന്നെ ഒരുപാട് ലൈനും കാര്യങ്ങളൊക്കെ നല്ല ഷാർപ്പായിട്ട് ഇവിടെയൊക്കെ കാണട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈന്, ഇവിടുന്ന് ഇങ്ങനെ നീളത്തിലൊരു ലൈന്, പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു കട്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന സമയത്ത് നല്ലൊരു സ്പോർട്ടിനെസ് ഒക്കെ ഉണ്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരു വണ്ടീന്റെ ഭാഗത്തോട്ട് വരുന്നത്. ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് വണ്ടീന്റെ അകത്ത് കയറി ഇരുന്നിട്ട് സംസാരിക്കാം. അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഡ്രൈവർ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡോർ പാനലിന്റെ ഭാഗത്ത് എന്തൊക്കെയുള്ളത് നോക്കാം. ഡോർ പാനലിന്റെ ഭാഗത്തോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ക്രോം ഫിനിഷിങ്ങിലുള്ള ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പവർ വിൻഡോന്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബും കാര്യങ്ങളൊക്കെ ഈ ഒരു സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ മുകളിലാണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഡോർ ക്ലോസ് ചെയ്യാനുള്ള ഒരു ഹാൻഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡോർ പാനലിൽ ഉള്ള ഒരു സ്പീക്കർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ഇവിടെ നമുക്കൊരു ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു സ്പേസ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കണ്ടോ ഒരു 0.5 എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഒരു 500 ml ടിന്നൊക്കെ നമുക്ക് ഇതിൽ ഏകദേശം ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ അകത്തോട്ട് പോകുന്ന സമയത്ത് നമ്മളെ കണ്ടോ ചാർജിങ്ങിന്റെ ആ ഒരു ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ലിവറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിവർ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. കുഴപ്പമില്ല, അത്യാവശ്യത്തിന് ഒരു സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ സീറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സീറ്റിന്റെ ഭാഗത്തോടൊക്കെ നോക്കുമ്പോൾ നല്ല കംഫർട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ബാക്കി അകത്തോട്ട് കയറി ഇരുന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് നോക്കാം.
ഗൈസ്, അപ്പം ആദ്യം തന്നെ ഈ ഒരു ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം ഈ ഒരു സ്റ്റിയറിംഗ് വീലിന്റെ ഭാഗത്തോട് നോക്കുമ്പോഴാണ്. ഇതിന്റെ ഡിസൈൻ ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടാട്ടോ, ഒരു മൾട്ടി ഫംഗ്ഷൻ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സെന്ററിൽ നമ്മൾ ആ ഒരു ടാറ്റന്റെ ഒരു എംബ്ലം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ലീഡറിന്റെ ഭാഗത്തോട് നോക്കാന്നുണ്ടെങ്കിൽ ഞാൻ ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പൊ അതില് ഈ ഒരു പുറത്തൂടെ ഒരു ബ്ലൂയിഷ് കളർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ നേരെ താഴെയായിട്ട് ഒരു ക്രോം ഫിനിഷിംഗ് ഉള്ള ഒരു ഔട്ടർ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സെൻട്രലായിട്ടും അതേപോലെ സൈഡിലായിട്ടും ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമ്മളെ റീജന്റെ ആ ഒരു ഐക്കണും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഡ്രൈവിന്റെ ആ ഒരു സംഭവങ്ങളും ഈ ഒരു ഭാഗത്ത് കാണിക്കുന്നുണ്ട്. മുകളിലായിട്ട് നമുക്ക് സീറ്റ് ബെൽറ്റിന്റെ അങ്ങനത്തെ വാണിങ്ങളൊക്കെയാണ് മുകളിൽ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് എത്ര പെർസെന്റേജ് ആണ് ഉള്ളതെന്ന് കാണിക്കുന്നുണ്ട്. ഞാനിപ്പം നേരത്തെ ഈ ഒരു വണ്ടി വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് 100% ആയിരുന്നു. ഇപ്പം 93% ആയിട്ടുണ്ട് കേട്ടോ. വളരെ കുറഞ്ഞൊരു കിലോമീറ്റർ ആണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. റേഞ്ച് കാണിക്കുന്നത് 271 കേട്ടോ. വീട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് 280 ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് 255 വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ നമ്മളിത് നിർത്തിയിട്ടതിന് ശേഷം വീണ്ടും 271 ആയിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു റേഞ്ചിന്റെ കാര്യത്തിൽ നമ്മൾ ഇത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്നുള്ളത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവട്ടോ അത് എങ്ങനെ നമുക്ക് എത്രത്തോളം കിട്ടും എന്നുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഏത് ഗിയറിലുള്ളതെന്ന് കാണിക്കും. ഇപ്പൊ ന്യൂട്രൽ എന്നാണ് കാണിക്കുന്നത്. അപ്പം അത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അവിടെ മാറുന്ന കാണാം കേട്ടോ. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കിവിടെ മാറും. ഡ്രൈവ്, റിവേഴ്സ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണിക്കും. പിന്നെ സെൻറ്ററിൽ നമ്മൾ ആ ഒരു സ്പീഡിന്റെ ആ ഒരു സ്പീഡ് മീറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഓഡോമീറ്റർ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പം 27,166 ആണ്. താഴെ നമുക്ക് ടൈം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് ഈ ഒരു സൈഡിൽ ഒരുപാട് വാണിംഗ് ഉണ്ട് കേട്ടോ. ഇപ്പുറത്തും നമ്മൾ ആ ഒരു ബാറ്ററീന്റെ ആ ഒരു ഗേജും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സെൻട്രലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു AC വെന്റിന്റെ ഔട്ടറിലൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു ടാറ്റന്റെ ഒരു സ്പെഷ്യൽ കളറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് ഹസാർഡ് ലൈറ്റിന്റെ ഒരു ഇത് കാണാം. അതേപോലെ തന്നെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റീരിയോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ AC കൺട്രോൾസ് ഒക്കെ ഇവിടെയാണ് വന്നിട്ടുള്ളത്. AC നമ്മൾ ഈ ഒരു ഫാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഐക്കണും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്പ്ലേയിൽ തന്നെയാണ് കേട്ടോ കാണിക്കുക. അത് നമ്മളിപ്പം ഇതിന്റെ ആ ഒരു ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിലും അതും നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ തന്നെയാണ് കാണിക്കുന്നത്. അപ്പം ഇത്രയുമാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചാർജിങ് പോർട്ട് ഉണ്ട് 12 വോൾട്ടിന്റെ. ഇവിടെ നമുക്കൊരു സിഗരറ്റ് ലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ ചാർജിങ് പോർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെയും യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഗിയർ നോബ് കാണാൻ പറ്റും. അതിലൊക്കെ ഒരു ക്രോം ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ഔട്ടറിൽ ഒരു പിയാനോ ബ്ലാക്ക് സെറ്റപ്പിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് ഒരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തും ചെറിയൊരു പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 12 വോൾട്ടിന്റെ ഒരു ചാർജറായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ സിഗരറ്റ് ലൈറ്റർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ പുറത്തോട്ട് വന്നാൽ ഇവിടെയും ചെറിയൊരു സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഹാൻഡ് ബ്രേക്ക് ഒരു നോർമൽ ഹാൻഡ് ബ്രേക്ക് ആണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ഗ്ലൗ ബോക്സിന്റെ ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുന്ന സെറ്റപ്പ് കണ്ടോ. ഇവിടെ നമ്മളിത് ഇങ്ങനെ പ്രസ് ചെയ്യുന്നതനുസരിച്ചാട്ടോ വരിക. അപ്പം അത്യാവശ്യത്തിന് സ്പേസ് എന്തായാലും ഈ ഒരു ഗ്ലൗ ബോക്സിന്റെ ഭാഗത്തോട്ടും വന്നിട്ടുണ്ട്. ഡാഷിന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് കേട്ടോ ഡാഷ് വന്നിട്ടുള്ളത്. മുകളിൽ നമുക്കൊരു ബ്ലാക്ക്, ഇവിടെ നമുക്കൊരു വൈറ്റ് പോലത്തെ ഒരു സെറ്റപ്പിലാണ് കേട്ടോ ഈ ഒരു ഡാഷിന്റെ ഡിസൈനൊക്കെ വന്നിട്ടുള്ളത്. സൺവൈസറിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാനിറ്റി മിററോട് കൂടി വന്നിട്ടുള്ള ഒരു സൺവൈസേഴ്സ് ആണ് കേട്ടോ ആ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. ഇപ്പുറത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു നോർമൽ റിയർ വ്യൂ മിററും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. അപ്പം നമ്മളെ ഈ ഒരു ഫ്രണ്ടിലുള്ള മെയിൻ കാര്യങ്ങൾ എന്തായാലും ഇത്രയാണ് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് ബാക്കിൽ ഇരുന്നിട്ട് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് നല്ല കംഫർട്ടാട്ടോ. ഈ ഒരു സീറ്റിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ പറയല്ല, ഇരിക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു കംഫർട്ട് ഉണ്ട്. പിന്നെ ഇതിന്റെ ആ ഒരു ചെരിവും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ഈ ഒരു സ്പേസിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ ഞാൻ ഈ ഒരു സീറ്റ് അത്യാവശ്യം നല്ല ബാക്കിലോട്ട് ഇട്ടിട്ടുണ്ട്. നല്ല റിലാക്സ്ഡ് ആയിട്ട് തന്നെ എനിക്ക് ഈ ഒരു ലെഗ് നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. കുറച്ച് മുന്നോട്ടും വെക്കാം, ഇങ്ങനെ വെക്കുകയാണെങ്കിലും രണ്ടും കംഫർട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ബാക്കിലോട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റിന്റെ ഭാഗത്തോടൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഹെഡ് റെസ്റ്റ് ഒക്കെ ഉണ്ട് രണ്ട് സൈഡിലും വന്നിട്ടുള്ളത്. ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് രണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡോർ പാനലിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പം ഈ ഒരു ബാക്കിലത്തെ ഈ ഒരു ഡോർ പാനലിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ അതേപോലെ തന്നെ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ട്യൂട്ടർ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ കണ്ട അതേ ഒരു ഡിസൈനിലുള്ള ഒരു ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ കാണാം. പവർ വിൻഡോന്റെ ബട്ടൺ, ഈ ഒരു ഭാഗത്ത് ഡോർ ക്ലോസ് ചെയ്യാനുള്ള ഹാൻഡിൽ, നമുക്ക് ഇവിടെ ചെറിയൊരു ബോട്ടിലൊക്കെ വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇവിടെ ചെറിയൊരു സ്പീക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് നമ്മളെ ഈ ഒരു വണ്ടീന്റെ അകത്തുള്ള കാര്യങ്ങൾ മെയിനായിട്ട് വരുന്നത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ അതിനനുസരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഇതിന്റെ ആ ഒരു ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ എന്താണ് സെറ്റപ്പ് എന്നുള്ളത് കാണിച്ചു തരാം ഗൈസ്. അപ്പം ഈ ഒരു ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഒരു EV കാറിന്റെ ഒരു ബോണറ്റ് ഓപ്പൺ ചെയ്ത് കാണണം എന്ന് കുറെ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും. കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. കാണാത്ത ആൾക്കാർ എന്തായാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ ഒരു സെറ്റപ്പിലാണ് കേട്ടോ നമ്മളെ ടാറ്റന്റെ ടിയാഗോ EVയിൽ വരുന്ന ഒരു
ബോണറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ. സാധാരണ നമ്മൾ ഹുഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു എഞ്ചിനാണ് കാണാറുള്ളത് എങ്കിൽ ഇതിലൊരു മോട്ടോർ സിസ്റ്റമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഗൈസ്, അപ്പം ഈ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്തുണ്ടല്ലോ, ഇതിൻ്റെ ഒരു സസ്പെൻഷനൊക്കെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, നല്ല കംഫർട്ടാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മളൊരു പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും ഒക്കെ ആവുന്ന സമയത്ത് ഭയങ്കര വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അതിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വണ്ടീൻ്റെ ഒക്കെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ആ ഒരു ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തോടൊക്കെ നോക്കുമ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ബാക്കിലിപ്പോൾ വണ്ടി ഇല്ല. അത്യാവശ്യം ഈ ഒരു വണ്ടിക്ക് വേണ്ട നല്ലൊരു ബ്രേക്കിംഗ് കപ്പാസിറ്റി തന്നെ ഈ ഒരു വണ്ടിക്ക് കമ്പനി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു സർവീസിൻ്റെ ഭാഗത്തോടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർവീസ് ചെയ്യുന്ന സമയത്ത് സാധാരണ ടാറ്റൻ്റെ സർവീസ് മോശമാണെന്നൊക്കെ കുറേ ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള വലിയ ഇഷ്യൂസ് ഒന്നും എന്തായാലും നമ്മളെ ഈ ഒരു വണ്ടീൻ്റെ ഓണറിന് ഉണ്ടായിട്ടില്ല. പിന്നെ വണ്ടി എടുത്ത സമയത്ത് ആ ഒരു ഫസ്റ്റ് ടൈമിൽ തന്നെ എ സിൻ്റെ ഈ ഒരു കൺട്രോൾസ്, അതായത് ഈ ഒരു എ സി ഓൺ ആൻഡ് ഓഫ്, അതേപോലെ ഈ ഒരു നോബും കാര്യങ്ങളും, അപ്പോൾ ഇതിൻ്റെ ഒരു റെസ്പോൺസ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇത് വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ജസ്റ്റ് ഒന്ന് കീ ഓഫാക്കി ഓൺ ആക്കിയപ്പം ആ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട് എന്ന് നമ്മൾ ഈ ഒരു വണ്ടീൻ്റെ ഓണർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്റ്റിയറിങ്ങിൻ്റെ ഒരു കംഫർട്ടിനൊക്കെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കംഫർട്ടാണ്, നല്ല സ്മൂത്താണ് സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തോടൊക്കെ നോക്കുമ്പം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ആക്സിലറേഷൻ്റെ ഭാഗത്തോടൊക്കെ നോക്കുമ്പം നമുക്ക് ഡ്രൈവും ഉണ്ട്, അതേപോലെ സ്പോർട്ട്, ഇങ്ങനത്തെ 2 മോഡുകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഡ്രൈവിൽ ഓടിക്കുന്ന സമയത്ത് തന്നെ നേരത്തെ ചെറിയൊരു കയറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കയറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കയറ്റുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഡ്രൈവ് എന്ന് പറയുന്ന മോഡിൽ തന്നെ വണ്ടി കയറി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ വണ്ടിയിൽ നമ്മൾ 2 ആളുള്ളൂ കേട്ടോ. ഇനി ബാക്കിൽ പാസഞ്ചേഴ്സും കൂടെ ഉണ്ടാകുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. അപ്പം നിലവിൽ നമ്മൾ നേരത്തെ ഒരു കയറ്റം കയറ്റി നോക്കിയ സമയത്ത് കുഴപ്പമില്ലാതെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പോട്ടിലിടുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ആക്സിലറേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടീൻ്റെ ഭാഗത്തോട്ട് വരുന്നുണ്ട്. പിന്നെ മീറ്ററിലാണെങ്കിൽ തന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ടയർ പ്രഷർ പോലത്തെ അഡീഷണൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മീറ്ററിൽ എന്തായാലും കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടി ഫുൾ ഓപ്ഷൻ അല്ല, അതിൻ്റെ നേരെ താഴെയുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പം ഇപ്പം നിലവിൽ ഈ ഒരു വണ്ടി 1 വർഷത്തോളമായി നമ്മളെ ഈ ഒരു വണ്ടീൻ്റെ ഓണർ യൂസ് ചെയ്യുന്നു. അപ്പം ആ ഒരു സമയത്ത് ആൾക്ക് ഇതിൻ്റെ ആ ഒരു റേഞ്ച്, അതായത് ഈ ഒരു വണ്ടിക്ക് ബാറ്ററീൻ്റെ ആ ഒരു റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇതിൽ നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 280 കിലോമീറ്റർ കാണിക്കും. നമുക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ആൾ പറഞ്ഞത് ഏകദേശം ഒരു 180 കിലോമീറ്റർ റേഞ്ചിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ലോങ് ഒക്കെ പോകുന്ന സമയത്ത് എന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ചാർജ് ചെയ്യാനുള്ള ടൈമിൻ്റെ ഭാഗത്തോടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 മണിക്കൂറാണ് നമുക്കിത് ചാർജ് ചെയ്യാൻ വേണ്ട ടൈം എന്ന് പറയുന്നത് വീട്ടിൽ ചാർജ് ചെയ്യുമ്പോട്ടോ. പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ 10 മണിക്കൂർ എന്ന് പറയുന്നത് ഇത് ഇപ്പം 0 to 100 എന്നുള്ള രീതിയിലാണ് കേട്ടോ വരുന്നത്. നമ്മളിപ്പോൾ ഒരു എന്തായാലും അധിക സമയങ്ങൾ നമ്മൾ 0 ആക്കാതെ തന്നെയാണ് എല്ലാവരും വണ്ടി ഓടിക്കുക. അങ്ങനെ ഓടിക്കുന്ന സമയത്ത് എന്തായാലും ഒരു 7 hour ഒക്കെ ആണ് എടുക്കുന്നത് എന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഒരു വണ്ടി ആരൊക്കെ മേടിക്കണം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ ലോങ് ഒക്കെ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നല്ല ഓട്ടമുള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് ഈ ഒരു വണ്ടി മേടിക്കാം. കാരണം ഒരു പെട്രോൾ കാറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു നമ്മളൊരു 5 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 8 വർഷത്തേക്കൊക്കെ നമ്മൾ ഈ ഒരു കാർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെട്രോളും ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു ബാറ്ററീൻ്റെ ആ ഒരു റീപ്ലേസ്മെൻറ്റ് കോസ്റ്റും കൂടെ നമ്മൾ കമ്പയർ ചെയ്താൽ പോലും നമുക്ക് അത്രത്തോളം ഒരു എക്സ്പെൻസ് കുറഞ്ഞ് കിട്ടും എന്നുള്ളതാണ് ഇങ്ങനത്തെ വണ്ടികളിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ പെട്രോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. പെട്രോളും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അവരെ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പം അത്യാവശ്യം നല്ല ഓട്ടമുള്ള ആൾക്കാർക്ക് പെട്രോളിൻ്റെ ആ ഒരു റേറ്റൊക്കെ അനുസരിച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു വണ്ടിയിലോട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ഏകദേശം ഒരു 1000 കിലോമീറ്റർ ഓടിക്കാൻ നമുക്കൊരു 1100 രൂപ മാത്രമാണ് എക്സ്പെൻസ് വരുന്നത്. അത് നമ്മളൊരു പെട്രോൾ കാറുമായിട്ട് കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ മാസം ഒരു കുറഞ്ഞതൊരു 1000 കിലോമീറ്റർ എങ്കിലും ഏറ്റവും കുറഞ്ഞ ഓട്ടം ഓടുന്ന ആൾക്കാർക്ക് തന്നെ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പം ഒരു 1000 കിലോമീറ്റർ നമ്മൾ പെട്രോൾ അടിച്ച് ഓടുമ്പം ഏകദേശം ഒരു 9000 രൂപൻ്റെ ഒക്കെ ഒരു ലെവലിൽ നമുക്ക് പെട്രോൾ എക്സ്പെൻസ് വരും. ആ ഒരു സ്ഥാനത്ത് നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നത് ഒരു 1100 രൂപ മാത്രമാണ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടീൻ്റെ ബാറ്ററീൻ്റെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഒക്കെ ഭയങ്കര ഹൈ ആയിരിക്കൂലേ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററീൻ്റെ റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ ഈ ഒരു ഇന്ത്യയിലുള്ള മോസ്റ്റ് ഇലക്ട്രിക് കാർസ് സെല് ചെയ്യുന്ന എല്ലാ ബ്രാൻഡുകളും ഏകദേശം ഒരു 8 വർഷത്തോളം വാറൻറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ബാറ്ററിക്കൊക്കെ. അപ്പം ഈ ഒരു ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിലോട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കംപ്ലീറ്റ് അല്ലെങ്കിൽ ആ ഒരു അസംബ്ലി മൊത്തത്തിൽ ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ലിഥിയം അയോൺ ബാറ്ററീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഓരോ സെല്ലും നമുക്ക് റീപ്ലേസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ബാറ്ററി ഒറ്റയടിക്ക് ഒരിക്കലും ഇത് ഡാമേജ് ആവുന്നില്ല. ആ ഒരു സമയത്ത് നമുക്ക് ഓരോ സെല്ലായിട്ടാണ് ഇത് ഡാമേജ് ആവുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു ഡാമേജ് ആയ സെല്ല് മാത്രം
മാത്രം നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറഞ്ഞ ഒരു അഫോർഡബിൾ റേറ്റിൽ തന്നെ നമുക്ക് ആ ഒരു സർവീസും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു കാറിൻ്റെ സർവീസ് ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് എത്രത്തോളം എക്സ്പെൻസ് വരുമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓവറായിട്ടുള്ള ഒരു എക്സ്പെൻസ് ഒന്നുമില്ല, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു സർവീസിൻ്റെ പീരിയോഡിക് സർവീസിൻ്റെ ആ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ബ്രേക്ക് പാഡൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു റേറ്റ് വരുന്നുള്ളൂ. അതേപോലെ തന്നെ ഗിയർ ഓയിൽ ഇതൊക്കെ മാറ്റുന്ന സമയത്തും നമുക്കൊരു അഡീഷണൽ എക്സ്പെൻസും ഒക്കെ വരും. അല്ലാത്ത സമയത്ത് വളരെ നോർമലായിട്ടുള്ള ഒരു സർവീസ് കോസ്റ്റ് തന്നെയാണ് ഈ ഒരു വണ്ടീൻ്റെ ഭാഗത്തോട്ട് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ ഏകദേശം 27,000 കിലോമീറ്റർ ഓടിയതിൽ ഇതിൻ്റെ ആ ഒരു എന്തെങ്കിലും പണികളൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഈ ഒരു വണ്ടിക്ക് അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു റേഞ്ച് കാണിക്കുന്നത് 280 കാണിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു 200 താഴെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഇൻസ്റ്റാഗ്രാം വഴി ചോദിക്കാം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.